എല്ലാവർക്കും കുക്കുത്രിനിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വാനില കപ്പ് കേക്ക് ബേസിക് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്ന റെസിപ്പിയാണ്. വളരെ ഈസിയാണ്, ഒപ്പം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പം ഞാനിവിടെ 2 കപ്പ് മൈദയാണ് ഈ കപ്പ് കേക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിൽ നിന്ന് ഏകദേശം ഒരു 10 മുതൽ 12 വരെ മീഡിയം സൈസിലുള്ള കപ്പ് കേക്ക് നമുക്ക് കിട്ടും. ഇതിലേക്ക് നമുക്ക് 1.25 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഞാനിവിടെ 1.25 എടുത്തിരിക്കുന്നത്. ഒരല്പം ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വിസ്ക് ഉപയോഗിച്ച് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഒരു 2 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോഴേക്കും ഈ മൈദയിൽ എന്തെങ്കിലുമൊക്കെ കട്ടയുണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടുകയും ചെയ്യും. ഒപ്പം ബേക്കിംഗ് പൗഡറും ഉപ്പും ഒക്കെ മൈദയുടെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുകയും ചെയ്യും. ഇപ്പം നമ്മളിത് നന്നായിട്ട് 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുമുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു ബൗളിലേക്ക് ഞാൻ 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പുള്ള ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ മൈദയിലേക്ക് ചേർത്ത് കൊടുത്ത ഉപ്പ് ഒഴിവാക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം, ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബട്ടർ എപ്പോഴും റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പോളം പൊടിച്ച പഞ്ചസാരയാണ്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ബീറ്റർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്താലും മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ബീറ്റർ ഇവിടെ എടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടണം. ഇതായപ്പം ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുവാണ്. അപ്പം ഞാൻ ഈ റെസിപ്പിയിലേക്ക് എടുത്തിരിക്കുന്നത് 2 മുട്ടയാണ്. അത് രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്, ഓരോന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുവാണ്. അപ്പം ഞാൻ ആദ്യത്തെ മുട്ട ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ആദ്യത്തെ മുട്ട യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് രണ്ടാമത്തെ മുട്ടയും കൂടെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മുട്ട എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം റൂം ടെമ്പറേച്ചറിലായിരിക്കണം എന്നുള്ളതാണ്. ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന മുട്ടയാണെങ്കിൽ കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമുക്കിനി 2 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. വാനില കപ്പ് കേക്ക്സ് ആണല്ലോ, അപ്പോൾ ആ ഒരു വാനില ഫ്ലേവർ കിട്ടാനും ഒപ്പം മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറി കിട്ടാനും വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ 2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് രണ്ടും വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ആ മുട്ടയെല്ലാം നന്നായിട്ട് ഇതിലേക്ക് മിക്സായി. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ യോജിപ്പിച്ച് വെച്ചിരുന്ന മൈദയുടെ കൂട്ടുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കരുത്, കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം മൈദ ചേർത്ത് കഴിഞ്ഞാൽ ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുക്കുകയേ ചെയ്യാവുള്ളൂ, ഒരുപാടിട്ട് ബീറ്റ് ചെയ്യരുത്. അപ്പം നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം, ഇപ്പം തന്നെ ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ മൈദ മുഴുവൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറേ കൂടെ തിക്കായി പോകത്തേ ഉള്ളൂ. അപ്പം ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലും നമ്മൾ ഒരുമിച്ചല്ല ചേർത്ത് കൊടുക്കുന്നത്, കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് മൈദ ചേർത്ത് യോജിപ്പിക്കുക, വീണ്ടും കുറച്ച് പാലൊഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ മൈദ ചേർത്ത് കൊടുക്കും, വീണ്ടും പാല്, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഈ മൈദയും പാലും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ 1/2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെ എടുക്കുക. അങ്ങനെ നമ്മുടെ കപ്പ് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ്. സാധാരണ നമ്മൾ കേക്കിനൊക്കെ എടുക്കുന്നത് പോലെ ഒരു റിബൺ കൺസിസ്റ്റൻസിയോ റണ്ണിങ് കൺസിസ്റ്റൻസിയോ അല്ല, കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഈ കപ്പ് കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെയുള്ള കപ്പ് കേക്ക് ലൈനേഴ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ഈ ബാറ്റർ കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പം എപ്പോഴും ആ കപ്പ് കേക്ക് ലൈനറിൻ്റെ ഒരു 1/4 ഭാഗം വരെ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അതിന് മേലയിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഇത് ബേക്കായി വരുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ട് ബാറ്റർ പുറത്തേക്ക് ചാടും.
ബാക്കിയുള്ള ബാറ്റർ ഞാനിതുപോലെ ഒരു ട്രേയിലേക്ക് കപ്പ് കേക്ക് ലൈനർ മാത്രമായിട്ട് വെച്ച് കൊടുത്തിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് കേക്ക് ലൈനർ ഒരുമിച്ചാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്, കുറച്ചൊരു കട്ടിക്ക് വേണ്ടിയിട്ട്. ഇത് കൂടാതെ ഇനിയുണ്ട് ഒരു 6 കപ്പ് കേക്കിനും കൂടെയുള്ള ബാറ്റർ. അത് ഞാൻ രണ്ടാമത്തെ ബാച്ചായിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഓവൻ, അതായത് കൺവെക്ഷൻ ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. അതിനുശേഷം ഈ കപ്പ് കേക്ക് വെച്ച് കൊടുത്ത് 180 ഡിഗ്രിയിൽ തന്നെ 20 മുതൽ 25 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതായപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് എല്ലാം ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. എനിക്ക് 25 മിനിറ്റ് ആണ് എടുത്തത്. അപ്പോൾ ഈ 25 മിനിറ്റ് എന്നുള്ളത് ഓരോ ഓവനെ ഡിപ്പെൻഡ് ചെയ്ത് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന കപ്പ് കേക്ക് ലൈനറിൻ്റെ വലുപ്പം അനുസരിച്ചിട്ടും ചെറിയ വ്യത്യാസങ്ങൾ വരും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള കപ്പ് കേക്ക് ലൈനറാണ്. വലിയ കപ്പ് കേക്ക് ലൈനറിലാണ് നിങ്ങൾ ഒഴിച്ചു വെക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും ഇത് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കപ്പ് കേക്കാണ്. നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. അതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ഫ്രോസ്റ്റിങ്ങും കൂടെ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലിലേക്ക് ഞാനൊരു ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂണോളം അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ തയ്യാറാക്കുന്ന ഫ്രോസ്റ്റിങ്ങിൻ്റെ ഒരു പകുതി ക്വാണ്ടിറ്റി മതിയാവും നമ്മൾ ഈ തയ്യാറാക്കുന്ന കപ്പ് കേക്കിന് എല്ലാം കൂടെ വേണ്ടിയിട്ട്. കുറച്ച് മിച്ചം വരും. ഇപ്പോൾ ബട്ടർ ഉരുകി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1/2 കപ്പോളം അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. കൊക്കോ പൗഡർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1/2 കപ്പോളം തന്നെ പഞ്ചസാര, സാധാരണ പഞ്ചസാരയാണ്, അത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ആ ചൂട് കൊണ്ട് പഞ്ചസാര അലിഞ്ഞ് അതിലേക്ക് ചേർന്നോളും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 കപ്പോളം വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒപ്പം ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഒത്തിരി അങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ആ ചൂട് കൊണ്ട് പഞ്ചസാരയും എല്ലാം ഇതിലേക്ക് മിക്സായി വന്നോളും. ഇതായപ്പം നമ്മുടെ ഫ്രോസ്റ്റിംഗ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂണോളം വാനില എസൻസും 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തോട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് കപ്പ് കേക്കിൻ്റെ മേലേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കപ്പ് കേക്കൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. കണ്ടോ, നല്ല കറക്റ്റായിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ടെക്സ്ചറുമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മേലയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രോസ്റ്റിങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാനിപ്പം ജസ്റ്റ് മേലെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സ്പ്രിങ്കിൾസും കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചൊരു ഷേപ്പൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുള്ളി കവർ ചെയ്യാവുന്നത് പോലെ ഫ്രോസ്റ്റിങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ കപ്പ് കേക്ക് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കൂ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്കും ഈ കപ്പ് കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യുന്ന രീതി ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോസിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ടും മെയിൽസ് ആയിട്ടും എന്നെ അറിയിക്കാൻ വിട്ടുപോകണ്ട. ഒപ്പം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. എന്നാലേ ഉള്ളൂ ഞാൻ ഇനി ഇടാൻ പോകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ. താങ്ക്